ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല കട്ട തൈര് എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പാലിലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ നന്നായി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഈ പാലിലുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ ഒഴിച്ചിട്ടുള്ള പാലിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ അത്രയും വെള്ളം നമുക്കിതിൽ വറ്റിപ്പോണം. അപ്പോഴാണ് നല്ല കട്ട തൈര് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം പാല് വറ്റിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി കൂടുതലായിട്ട് വറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കട്ട തൈര് കിട്ടാൻ പാല് കുറച്ച് കൂടുതൽ വറ്റിയോണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊരു ഇളം ചൂടുള്ളപ്പോൾ, അതായത് നന്നായി ചൂടാറാനും പാടില്ല, നല്ല ചൂടും പാടില്ല, ഒരു ഇളം ചൂടുള്ളപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തൈരിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ വെക്കണം. അപ്പോൾ ഞാൻ രാവിലെ എടുത്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നല്ല കട്ടയായിട്ടാണ് തൈര് ഇരിക്കുന്നത്. അപ്പോൾ പാലിലെ വെള്ളം നമ്മൾ ശരിക്കും വറ്റിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ തൈരിൻ്റെ മേലെ ഇങ്ങനെ വെള്ളം പോലെ കിടക്കും. അപ്പോൾ ആ വെള്ളം നന്നായി വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ല കട്ട തൈരായിട്ട് കിട്ടും. ഇപ്പോൾ തൈരിന് ആവശ്യത്തിന് പുളിയാണുള്ളത്. ഇനി അധികം പുളി വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ തൈര് എപ്പോഴും ഒരു ചില്ലുകുപ്പിയിലോ അല്ലെങ്കിൽ ചില്ല് പാത്രത്തിലോ അടച്ച് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ തൈര് അടച്ച് വെച്ചിട്ടുള്ള പാത്രം പെട്ടെന്ന് തുറക്കുമ്പോൾ എയറെല്ലാം ടൈറ്റായി നിന്നിട്ട് ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ ഒരു സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തൈര് ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ ഒരു 2-3 ഇല കറിവേപ്പിലയുടെ ഇല ഇട്ട് കൊടുത്തിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ തൈര് ഇട്ട് വെച്ചിട്ടുള്ള പാത്രം തുറക്കുന്ന സമയത്ത് ആ ഒരു കറിവേപ്പിലയുടെ സ്മെല്ലായിരിക്കും വരിക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.